ഇവന്റെ ഈ കൊതി കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മളിപ്പോ എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. യെസ്, നമ്മൾ തൊട്ടിരുന്ന നാട്ടുകാർ നമ്മുടെ കുറ്റിപ്പുറത്തെ ചോറുമയിലോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അത് മോശമല്ലേ. മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്തോണ്ട് തന്നെ അധികം ഒന്നും കാത്തു നിൽക്കേണ്ടി വന്നെങ്കിലും 10 മിനിറ്റ് കാത്തുന്നതിന്റെ ക്ഷമയാണ് നിങ്ങൾ ഇവരുടെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ സദ്യ എത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് അരികെ ഇരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് നല്ലപോലെ ഭംഗിയിൽ വിളമ്പിത്തരാനൊന്നും ആ ചേച്ചിക്ക് പറ്റിയില്ല കേട്ടോ. എന്നാലും കിട്ടിയ സദ്യ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ചോറും കറികളും ഒക്കെ കൂടി അങ്ങോട്ട് കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ ഓരോന്നും എന്ത് സ്വാദാന്നറിയോ. പിന്നെ മീനിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം ലേറ്റ് ആയി പോയതുകൊണ്ട് തന്നെ കാളാഞ്ചി പ്രതീക്ഷിച്ച ഞങ്ങൾക്ക് കിട്ടിയത് ആവോലിയും അതുപോലെ ചെമ്പല്ലിയും ഒക്കെ ആയിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും ഒരു മീൻ ഫാൻ അല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ ഭയങ്കര ഹൈപ്പിൽ പറയാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ മാമ്പഴ പുളിശ്ശേരിയിലെ മാമ്പഴം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ആ പുളിശ്ശേരിക്ക് ഒരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ടേസ്റ്റ് ചെയ്യേണ്ട സംഭവമാണ് ഈ ഗോതമ്പ് പായസം ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് ഇഷ്ടമാവും. കഴിച്ചുകൊണ്ടേയിരിക്കുന്നു അറിയില്ലേ, ആ ഒരു ഫീലായിരുന്നു. അതുകൊണ്ടാണ് ഇവള് പപ്പടം പൊട്ടിച്ച് കഴിക്കുന്നത് കണ്ടില്ലേ. ഏറ്റവും ഇഷ്ടമായത് ഏതാ? അപ്പൊ മാമ്പഴ പുളിശ്ശേരിക്ക് കറി ഇഷ്ടമില്ല? മാമ്പഴം കിട്ടിയില്ല, എല്ലാം നന്നായിട്ടുണ്ട്. തരം തിരിക്കാനൊന്നുമില്ല, എല്ലാം അച്ചാർ ഇഷ്ടമായി. എനിക്കും അപ്പൊ കുറ്റിപ്പുറത്ത് ചോറും മീനും വയറും മനസ്സും ഒരുപോലെ നിറയ്ക്കാൻ പറ്റുന്ന വശം അതിൽ സംശയമൊന്നുമില്ല.